പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലത്തിന്റെ 7ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസമാണെന്ന്. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ ഈശോ പറഞ്ഞ ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ധ്യാന വിഷയം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ ഉപമയിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്ക് നീതി എന്നുള്ളതാണ്. തിരുവചനം പറയുന്നു, വിധവ നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിച്ച് ന്യായാധിപന്റെ പക്കൽ ചെല്ലുന്നു. ന്യായാധിപനെ കുറിച്ച് പറയുന്നത് അവൻ നീതിരഹിതനായ ഒരു ന്യായാധിപനായിരുന്നു. ആ ഉപമ പറഞ്ഞ് സമാപിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നു, അങ്ങനെയെങ്കിൽ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവർക്ക് നീതി വേഗം നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്ക് നീതി എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയുമായി ഈ വാക്കിന് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്രയേറെ പ്രസക്തമാകുന്നത്. നീതിപൂർവകമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം അത് ഏത് വിധത്തിലും നടത്തിത്തരും എന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു. നീതി നമ്മുടെ സങ്കല്പത്തിലുള്ള നീതിയല്ല, മറിച്ച് ദൈവത്തിന് നീതിയുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിൽ ശരിയെന്നും വേണമെന്നും എനിക്ക് അർഹതപ്പെട്ടതാണെന്നും നീതിയാണെന്നും ഒക്കെ കരുതി ചോദിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ നീതിയാവണമെന്നില്ല. ഉദാഹരണമായി ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നമ്മൾ കൊടും ചൂടിൽ മഴ പെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ആവശ്യമാണ്, അത്യാവശ്യമാണ്, നീതി പോലെ അർഹതപ്പെട്ടതുപോലെ കിട്ടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മറുവശത്ത് മഴ പെയ്താൽ വിളവുകൾ നശിച്ചു പോകുമെന്ന ഭീതിയിൽ മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കർഷകൻ മറുവശത്തുണ്ടാവാം. അവനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കും? മഴ പെയ്തില്ലെങ്കിൽ നീതിയില്ലാത്ത ദൈവമാണെന്ന് എനിക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ മനസ്സോടെ കാര്യങ്ങളെ കാണാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിൽ നീതിപൂർവകമായ കാര്യങ്ങളാണോ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് നീതിയായുള്ള പ്രാർത്ഥന. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 4-ാം അധ്യായം 3-ാം വാക്യം, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അവ കിട്ടാത്തത്. ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും സ്വാർത്ഥതയും താല്പര്യം കൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നത്. ദൈവം അത് നടത്തി തരില്ലായിരിക്കാം. 16, 17 അല്ലെങ്കിൽ 18 വയസ്സായ ഒരു കുട്ടി ചെന്ന് മാതാപിതാക്കളോട് തനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരണമെന്ന് പറയുന്നു. അവന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് നീതിയായിരിക്കാം, കൂട്ടുകാർക്കൊക്കെ ഉണ്ട്, തനിക്കില്ല. പക്ഷെ മാതാപിതാക്കൾക്കറിയാം ഇവന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്താൽ അവൻ വലിയ സ്പീഡിൽ പോവുകയും അത് അപകടമുണ്ടാക്കുകയും ചിലപ്പോൾ ആ കുഞ്ഞിന്റെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുകയും ചെയ്യും. മാതാപിതാക്കൾ അത് മകനാണ് ചോദിച്ചതെങ്കിലും അത് നിരസിക്കാനാണ് സാധ്യത. കാരണം ദൈവം അതിലെ ഒരു ഉപരി നന്മ കാണുന്നു. നമ്മളും ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടാത്തതിന് കാരണം നമ്മുടെ വശം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനകൾ നീതിപൂർവകമാണോ, ദൈവത്തിന്റെ മനസ്സിന് ചേർന്ന രീതിയിലാണോ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നീതിയായ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനും നീതിമാനായ ദൈവത്തോട് നമുക്ക് ദൈവത്തിന്റെ കാര്യത്തിലും നീതി കാണിക്കാനും സഹോദരങ്ങളുടെ കാര്യത്തിലും നീതി കാണിക്കാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ സ്വാർത്ഥതയും ഞങ്ങളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മാത്രം പ്രധാന വിഷയമാക്കാതെ അങ്ങ് ഞങ്ങൾക്ക് ഇത് നൽകുന്നുണ്ടോ, നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചിന്തയോടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, നീതിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുവാനും, ഇനി ഞങ്ങൾക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് ദൈവത്തിന്റെ നീതിയിൽ അതിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് തള്ളപ്പെട്ടു പോയതാണ് എന്ന് വിശ്വസിക്കുവാനും ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഹൃദയത്തിന്റെ വിശാലത ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.